അങ്ങനെ നമ്മുടെ കൃഷ്ണമോളോട് വൈജ ഒരുപാട് വഴക്കൂടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബബിതയ്ക്ക് എന്ത് ആവശ്യമുണ്ട് അവളെ നോക്കേണ്ടത്, അവൾക്ക് പഠിക്കൊന്നും വേണ്ടേ, അവൾ ആരാ മദർ തെരേസ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വൈജ. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, നമ്മുടെ മോൻ ഇങ്ങനെ എണീറ്റിട്ട് വലത് നാലക്ഷരം ആൾക്കാരോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം അലീനേച്ചിനെ ഒരിക്കലും അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമ്മുടെ ബബിത പോയിട്ട് നമ്മുടെ രോഹിത്തിനെ കൂട്ടിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ അലീന ചേച്ചിയെ പൊന്നെ പോലെ നോക്കണം, ഞങ്ങൾ കോളേജിലേക്ക് പോവാണ്, നിന്നെ നോക്കിയതിൻ്റെ കടമൊക്കെ വേഗം വീട്ടിക്കോളുണ്ടോ എന്ന് പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ അവിടെ വന്നിട്ട് പറയണ്ട, ഓ എനിക്ക് അറ്റാക്ക് വന്ന് കടക്കണ സമയത്ത് എന്നെ നോക്കാൻ ആരുമില്ല, അപ്പോൾ അലീന ചേച്ചിയെ നോക്കാൻ എത്ര ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ട ബാലചന്ദ്രനോട് നമ്മുടെ വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമായിട്ട് പെരുമാറിയിട്ട് എൻ്റെ ഭാര്യയായിട്ട് ഇനി കഴിയാൻ പറ്റുമോ പറ്റില്ലേ എന്ന് പറയണ്ട. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു, അതിന് ഭാര്യയായിട്ട് കഴിയണമെങ്കിൽ ഒരു ഇത്തിരി സത്യസന്ധത നീ എന്നോട് കാണിക്കണം, നീ ഇതുവരെ എന്തെങ്കിലും എന്നോട് ഇത്തിരി സത്യസന്ധത കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ മനു അലീനയെ കാണാൻ വരുന്നുണ്ട്. അലീനയ്ക്ക് പനിയായിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പനിയാണെങ്കിൽ എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് മനോട്, നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നതാണ്, പിന്നെ അല്ലാതെ എനിക്ക് വയ്യാതെ കിടന്നാൽ ഞാൻ കാണാൻ വരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ മനു നേരെ ചെന്ന് നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്തിനെ കാണുമ്പോൾ. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ രണ്ടാമത്തെ ജന്മം എടുത്ത് വരാനുള്ള കാരണം അലീന ചേച്ചി, അതുകൊണ്ട് അലീന ചേച്ചിയോട് ഞാൻ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.